Dear students, through this video we are going to discuss the next matrix, that is adjacency matrix. Adjacency matrix means നമ്മൾ ഇവിടെ രണ്ട് വേർട്ടിസസ് അഡ്ജസൻ്റ് ആണോ എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് വേർട്ടിസസ് അഡ്ജസൻ്റ് ആവണമെങ്കിൽ ദർ ഈസ് ആൻ എഡ്ജ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം, അല്ലെങ്കിൽ രണ്ട് വേർട്ടിസസിനെ അഡ്ജസൻറ്റ് വേർട്ടിസസ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡെഫിനേഷൻ പഠിച്ചതാണ്. ടു വേർട്ടിസസ് ആർ സെറ്റ് ടു ബി അഡ്ജസൻറ്റ് ഇഫ് ദേ ആർ ദ എൻഡ് വേർട്ടിസസ് ഓഫ് എ സെയിം എഡ്ജ്. ഒരു സെയിം എഡ്ജിൻ്റെ എൻഡ് വേർട്ടിസസ് ആണെങ്കിൽ രണ്ട് വേർട്ടിസസിനെ നമുക്ക് അഡ്ജസൻറ്റ് വേർട്ടിസസ് എന്ന് പറയാം. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ദ അഡ്ജസൻറ്റ് മെട്രിക്സ് ഓഫ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് എൻ വേർട്ടിസസ് ഈ എഡ്ജസ് ആൻഡ് നോ പാരലൽ എഡ്ജസ്, നോ പാരലൽ എഡ്ജസ് നമ്മൾ പ്രോപ്പർട്ടീസിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈസ് ആൻ എൻ ബൈ എൻ സിമെട്രിക് ബൈനറി മെട്രിക്സ്. എൻ ബൈ എൻ മെട്രിക്സ് മീൻസ് അതിൻ്റെ ഓർഡർ എൻ ബൈ എൻ ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് എഡ്ജസ്. ഇറ്റ്സ് സിമെട്രിക് ആൻഡ് ബൈനറി മെട്രിക്സ്. സിമെട്രിക് മീൻസ് നമ്മൾ റോസ് എടുത്താലും കോളംസ് എടുത്തു കഴിഞ്ഞാലും വാല്യൂസ് ഒരേപോലെ തന്നെയാണ് വരുന്നത്. ദെൻ ബൈനറി മെട്രിക്സ് മീൻസ് സീറോസ് ആൻഡ് വൺസ് ആണ്. എക്സ് ഈക്വൽ ടു എക്സ് ഐ ജെ ഹൂസ് വാല്യൂസ് ആർ either വൺസ് ഓർ സീറോ. വൺ മീൻസ് ദർ ഈസ് ആൻ എഡ്ജ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഐ ആൻഡ് ജെ, and 0 means there is no edge exist between I and J. Okay, then adjacent matrix is denoted as x of G for a graph G. നിങ്ങൾക്ക് തിരിഞ്ഞു പോവരുത്. adjacent matrix നമ്മൾ എക്സും ഇൻസിഡൻറ്റ് മെട്രിക്സും നമ്മൾ എ ഓഫ് ജി എന്നും പറഞ്ഞായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ. സോ ഹിയർ നേരത്തെ പറഞ്ഞ ഗ്രാഫ് തന്നെയാണ്. ഇതിൽ നമുക്ക് 6 വേർട്ടിസസ് ആണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ നമ്പർ ഓഫ് റോസിനും 6 വേർട്ടിസസ് എഴുതുക, നമ്പർ ഓഫ് കോളംസിനും 6 വേർട്ടിസസ് എഴുതുക. ദെൻ ഫസ്റ്റ് വേർട്ടെക്സ് ഇസ് V1. V1 കൺസിഡർ ചെയ്യുമ്പോൾ V1ൽ നിന്ന് എഡ്ജസ് പോകുന്നത് അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? V2 ഉണ്ട്, V5 ഉണ്ട്. സോ V2 V5. ഓക്കെ, ദെൻ V2 എടുക്കുമ്പോൾ V2ന് അഡ്ജസൻ്റ് ആയിട്ട് V2ന് എഡ്ജസ് പോകുന്ന ഇൻസിഡൻറ്റ് ചെയ്യുന്ന V3 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്, ദെൻ V1 ഉണ്ട്. സോ V1 V3 V4 V5. ഓക്കെ, ദെൻ നമ്മൾ V3 കൺസിഡർ ചെയ്യുവാണെങ്കിൽ V3യിൽ നിന്ന് V2 മാത്രമേ ഉള്ളൂ. ദെൻ V4 കൺസിഡർ ചെയ്യുവാണെങ്കിൽ V4ൽ നിന്ന് V2 ഉണ്ട്, V5 ഉണ്ട്, V6 ഉണ്ട്. V2 ഉണ്ട്, V5 ഉണ്ട്, V6 ഉണ്ട്. ദെൻ V5 നോക്കുവാണെങ്കിൽ V4 ഉണ്ട്, V2 ഉണ്ട്, V1 ഉണ്ട്. V1 V2 V4. V6 നോക്കുവാണെങ്കിൽ V4 മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ഫിൽ ചെയ്യുന്നത്. ഓരോ വേർട്ടെക്സ് എടുക്കുക, ആ വേർട്ടെക്സിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിനകത്തെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും അഡ്ജസൻസി മെട്രിക്സ് ആയാലും ഇൻസിഡൻറ്റ് മെട്രിക്സ് ആയാലും ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ മെട്രിക്സ് എഴുതാനായിരിക്കും, ചിലപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കും. മെട്രിക്സ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ കൂടുതലും അഡ്ജസൻസി മെട്രിക്സിൻ്റെ കേസിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ആ വേർട്ടിസസ് എല്ലാം, ടോട്ടൽ എത്ര വേർട്ടിസസ് ഉണ്ടോ ആ വേർട്ടിസസ് എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫാണ്, വേർട്ടിക്സ് ആണ് തരുന്നതെങ്കിൽ ടോട്ടൽ 6 വേർട്ടിസസ് ഉണ്ട് നമുക്ക്. ഓക്കെ, 1 2 3 4 ദെൻ 5 6. ആ 6 വേർട്ടിസസ് എഴുതുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പാണെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പം ഇത് അറിയാവുന്നത് കൊണ്ട് ഞാനങ്ങ് വരച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ 6 വേർട്ടിസസ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് ഈ ഒരു മെട്രിക്സ് നോക്കി ഏതൊക്കെ വേർട്ടിസസിനിടയ്ക്കാണോ 1 ഉള്ളത് അതിനെ നമ്മൾ എഡ്ജായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ V1 V2 ആണെങ്കിൽ ഇത് V1ഉം ഇത് V2 ആണെങ്കിൽ V1നും V2നും ഇടയ്ക്കൊരു ഗ്രാഫ് വരയ്ക്കുക. ദെൻ ഇത് V5 ആണെങ്കിൽ V1നും V5നും ഇടയ്ക്കൊരു എഡ്ജ് വരയ്ക്കുക, ഗ്രാഫല്ല എഡ്ജ് വരയ്ക്കുക. ഓക്കെ, സോ അതുപോലെ നമ്മൾ വരച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഗ്രാഫ് കിട്ടും. അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നീറ്റായിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഷേപ്പ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് തന്നിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു ഗ്രാഫ് തന്നെ ചിലപ്പോൾ വരയ്ക്കാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻസ് കുറച്ച് വരാം. പക്ഷേ ഏകദേശം അതിൻ്റെ നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് നമ്പർ ഓഫ് എഡ്ജസ് ആൻഡ് എഡ്ജസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ പ്രോപ്പർട്ടീസ്. The entries along the principal diagonal of xg are zeros if the graph has no self loop. ഇപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഡയഗണലി എല്ലാം സീറോസ് ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഡയഗണലി നമുക്കെല്ലാം സീറോസ് ആണ് കിട്ടിയത്. ഇപ്പം സപ്പോസ് ഇതിൽ നമുക്ക് V1ൻ്റെ ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? V1 to V1 ഇത് 1 ആക്കിയേനെ. ഓക്കെ, V5ൻ്റെ ഇടയ്ക്ക് ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ V5 to V5 1 ആക്കിയേനെ. സോ
സെൽഫ് ലൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയഗണലി എല്ലാ വാല്യൂസും സീറോസ് ആയിരിക്കും. ദെൻ സെൽഫ് ലൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വേർട്ടെക്സിലാണോ സെൽഫ് ലൂപ്പ് അതിൻ്റെ കറസ്പോണ്ടിങ് XIA, ഇപ്പോൾ നമ്മൾ V5 എടുക്കുകയാണെങ്കിൽ V5 എന്ന് പറയുന്ന വാല്യൂ 1 ആയിരിക്കും. ദെൻ ഇഫ് ദ ഗ്രാഫ് ഹാസ് നോ സെൽഫ് ലൂപ്പ്, ഗ്രാഫിൽ സെൽഫ് ലൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ദ ഡിഗ്രി ഓഫ് ദ വേർട്ടെക്സ് ഈക്വൽസ് നമ്പർ ഓഫ് വൺസ് ഇൻ ദ കറസ്പോണ്ടിങ് റോ ഓർ കോളംസ് ഓർ എക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേർട്ടെക്സിൽ കറസ്പോണ്ടിങ് ആയിട്ട് റോയോ കോളോ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് V2 എടുക്കുകയാണെങ്കിൽ ഹിയർ നമ്പർ ഓഫ് വൺസ് ഈക്വൽ ടു 1 2 3 4. ഈ V2ൻ്റെ ഡിഗ്രി എത്ര തന്നെയാണ്? 4 ആണ്. ദെൻ V5 എടുക്കുകയാണെങ്കിൽ 1 2 3, V5ൻ്റെ ഡിഗ്രി എത്രയാണ്? 5 ആണ്. സോ നമുക്കിവിടെ സെൽഫ് ലൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ റോയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ആ വേർട്ടെക്സിന് ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആണ്. സെൽഫ് ലൂപ്പ് വന്നു കഴിഞ്ഞുള്ള പ്രോബ്ലം നമുക്കിവിടെ 1 മാത്രമേ, ഇപ്പോൾ സെൽഫ് ലൂപ്പ് വരുവാണെങ്കിൽ ഇവിടെ ഒരു സെൽഫ് ലൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ V1 to V1 1 എടുക്കും. ആക്ച്വലി ഡിഗ്രിയുടെ കേസിൽ നമ്മൾ സെൽഫ് ലൂപ്പ് വരുമ്പോൾ അത് ട്വൈസ് ആയിട്ടാണ് ഡിഗ്രി എടുക്കുന്നത്. അതുകൊണ്ടാണ് സെൽഫ് ലൂപ്പ് ഇല്ലാത്ത കേസിൽ മാത്രമേ ഈ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. The degree, so if the graph has no self loops, the degree of a vertex equals the number of ones in the corresponding row or column of X. The definition of adjacency matrix makes no provision for parallel edges. For example, ഇവിടെ ഒരു പാരലൽ എഡ്ജസ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് V4 to V6 നമ്മൾ 1 മാർക്ക് ചെയ്തു. V4 to V6 ഒരു എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 1 മാർക്ക് ചെയ്യും. V4 to V6 2 എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ നെക്സ്റ്റ് 1 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ വല്ലതും ഇവിടെ ഉണ്ടോ? ഇല്ല. ജസ്റ്റ് 2 വേർട്ടീസസിനിടയ്ക്കുള്ള ഒരു എഡ്ജസിനെ നമ്മൾ 1 കൊണ്ട് ഡിഫൈൻ ചെയ്യുവാണ്. മോർ ദാൻ 1 എഡ്ജസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അഡ്ജസൻസി മെട്രിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഫോർ എ ഗ്രാഫ് ഹാവിങ് നോ പാരലൽ എഡ്ജസ്. പാരലൽ എഡ്ജസ് ഇല്ലാത്ത ഗ്രാഫിന് മാത്രമേ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. Okay, so the definition of an adjacency matrix makes no provision for parallel edges. This is why the adjacency matrix is defined for the graph without parallel edges. ഓക്കെ, ഇതുപോലൊരു പ്രോപ്പർട്ടി നമ്മുടെ ഇൻസിഡൻറ്റ് മെട്രിക്സിൻ്റെ കേസിലുമുണ്ട്. ഇൻസിഡൻറ്റ് മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോ സെൽഫ് ലൂപ്പ് ഉള്ള മെട്രിക്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ V1 ഒരു സെൽഫ് ലൂപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനെ I എന്ന് നോട്ട് ചെയ്തു. V1 ഒരു സെൽഫ് ലൂപ്പ് എടുത്തു, അതിനെ I എന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ I എന്ന് പറഞ്ഞൊരു എഡ്ജും കൂടെ ഇവിടെ വരച്ചു. I എന്ന് പറഞ്ഞൊരു എഡ്ജ് വരയ്ക്കുമ്പോൾ I എന്ന് പറഞ്ഞൊരു എഡ്ജ് നമ്മൾ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു കോളം കൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കോളം വൈസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ എൻഡ് വേർട്ടീസസ് ആണെന്നുള്ളതാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് I എന്ന് പറയുന്ന എഡ്ജ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 എൻഡ് വേർട്ടീസസും V1 തന്നെയാണ്. അപ്പം നമുക്ക് പക്ഷേ ഒരു എൻഡ് വേർട്ടീസസ് മാത്രമേ, അതായത് 2 എൻഡ് വേർട്ടീസസും V1 തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ V1ൻ്റെ അവിടെ മാത്രം 1 മാത്രമേ നോട്ട് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞൊന്നും നോട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ സെൽഫ് ലൂപ്പ് കൺസിഡർ ചെയ്യാത്തത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഹിയർ ആൾസോ ഇൻസിഡൻറ്റ് മെട്രിക്സിൽ പറഞ്ഞതുപോലെ ഇഫ് എ ഗ്രാഫ് ഈസ് ഡിസ്കണക്റ്റഡ് ആൻഡ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 കമ്പോണൻറ്റ്സ്. ഒരു ഗ്രാഫിനെ നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യുന്നു, അതായത് ഇപ്പം ഇതൊരു ഗ്രാഫാണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 കമ്പോണൻറ്റ്. ഇനി ഈ ഒരു ഗ്രാഫിനെ നമ്മൾ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു 2 കമ്പോണൻറ്റ്സ് ആക്കുന്നു. 2 കമ്പോണൻറ്റ്സ് ആക്കിയിട്ട് അതിൻ്റെ മെട്രിക്സ് നമ്മൾ സിംഗിൾ മെട്രിക്സ് ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും വേണ്ടത്. ഇത് G1, ഇത് G2 ആണെങ്കിൽ ഇത്രയും കുറച്ച് പോർഷൻസ് നമ്മൾ G1 കറസ്പോണ്ടിങ് ആയിട്ട് 0സും 1സും, കുറച്ച് പോർഷൻസ് നമുക്ക് G2 കറസ്പോണ്ടിങ് ആയിട്ട് 0സും 1സും, റിമൈനിങ് പോർഷൻസ് എല്ലാം 0സും ആയിട്ടായിരിക്കും വരുന്നത്. So here xG1 is the adjacency matrix of component G1 and xG2 is the adjacent matrix of component G2. Then fifth property, given any square symmetric or binary matrix of order n, one can always construct a graph G of n vertices with no parallel edges. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കാം എന്നാണ് പറഞ്ഞത്, ബട്ട് നോ പാരലൽ എഡ്ജസ്. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി സെയിം ആസ് ഇൻസിഡൻറ്റ് മെട്രിക്സ്. ഹിയർ ആൾസോ നമ്മൾ വേർട്ടിസസിനെയും ആൻഡ് എഡ്ജസിനെ ഇവിടെ നമ്മൾ റോസിനെയും കോളംസിനെയും എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ വേർട്ടിസസിനും റീലേബിൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും, എഫക്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് ഇൻസിഡൻറ്റ് മെട്രിക്സ്. സോ ഇൻസിഡൻറ്റ് മെട്രിക്സ് മീൻസ് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് വേർട്ടീസ്, ദാറ്റ് ഈസ് എൻ ബൈ എൻ മെട്രിക്സ്. അപ്പോൾ നമ്മൾ മെട്രിക്സ് വരയ്ക്കുമ്പോൾ നമ്പർ ഓഫ്
റോസും കോളംസും നമ്മൾ നമ്പർ ഓഫ് വേർട്ടക്സസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത് ലേബിൾ ചെയ്യേണ്ടത്. ദെൻ ഒരു വേർട്ടക്സ് എടുക്കുക, ആ വേർട്ടക്സിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള വേർട്ടക്സസിനെല്ലാം വാല്യൂസ് 1 കൊടുക്കുക. ഇവിടെ പാരലൽ എഡ്ജസ് ഒന്നും ഉണ്ടായിരിക്കില്ല, സെൽഫ് ലൂപ്പ് മേ ബി ഉണ്ടാകും. സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ ഡയഗണലുള്ള വാല്യൂസ് ആയിരിക്കും വൺസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ഓഫ് എക്സ് ഓഫ് ജി. ഓക്കെ, താങ്ക് യു.